നമസ്കാരം. നന്ദുകാവലമാണ്. നമ്മൾ മനസ്സിരുത്തി ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, ആഗ്രഹിക്കുന്ന, നടപ്പിൽ വന്നു നടപ്പിൽ വരുത്തും എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്നലെ സംഭവിച്ചത്. എനിക്ക് എറണാകുളത്തൊരു വാടക വീടുണ്ട്. അതിൻ്റെ ടെറസിൽ കയറി നിന്നാൽ നല്ല പാകം വന്ന മൂവാണ്ടൻ മാങ്ങകൾ പറിച്ചെടുക്കാൻ പറ്റും. അവിടെ ഇപ്പോൾ താമസമില്ല. ഞാനവിടെ ചെന്നു. ഇന്നലെ വൈകുന്നേരം നല്ല ചൂടാണ്. ഒരു സഞ്ചിയുമായി ചെന്നു. കുറേ മാങ്ങകൾ പറിച്ചു. അതെല്ലാം സഞ്ചിയിലാക്കി. ഇപ്പോൾ ഈ ഭയങ്കര ദാഹം. അടുത്തെങ്ങും കടകളില്ല, പരിചയമുള്ള വീടുകളുമില്ല. ഞാൻ വിചാരിച്ചു, എനിക്കൊരു കുപ്പി വെള്ളം വേണം. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കിട്ടിയേ പറ്റൂ. കിട്ടും, പക്ഷേ അവിടെ ആരുമില്ല. വഴിയിൽ ഞായറാഴ്ചയാണ്, വിജനമാണ് റോഡ്. എനിക്കെന്തായാലും ഒരു കുപ്പി വെള്ളം കുടിക്കാൻ കിട്ടും, ആരെങ്കിലും എനിക്ക് കൊണ്ടു തരും. എനിക്ക് വെള്ളം കിട്ടിയിരിക്കുന്നു എന്ന ഒരു വിചാരത്തോടെ ദാഹിച്ചു തന്നെ ഞാൻ വെള്ളം കുടിച്ചു എന്ന ഒരു വിശ്വാസത്തിൽ നടക്കുകയാണ്. അപ്പോൾ എതിരെ ഒരാൾ പച്ചക്കറി വാങ്ങി ഒരു സഞ്ചിയൊക്കെ ആയിട്ട് വരികയാണ്. ഏകദേശം എൻ്റെ തന്നെ പ്രായമൊക്കെ ഉള്ള ഒരാളാണെന്ന് തോന്നുന്നു. അദ്ദേഹം എനിക്കൊരു പരിചയമില്ല, ഞാൻ കണ്ടിട്ടുമില്ല. എൻ്റെ മുഖത്ത് നോക്കി, എന്നിട്ട് ഒരു ചിരിയോടെ എന്നോട് ചോദിച്ചു, ഒരു കുപ്പി വെള്ളം തരട്ടെ? ആകെ വീർത്ത് കുടിച്ചിരിക്കുകയാണല്ലോ, കയ്യിലില്ലെങ്കിൽ ഞാനൊരു കുപ്പി വെള്ളം തരാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരി വന്നു. ഞാൻ ചിരിച്ചുകൊണ്ട് ആ കുപ്പി മേടിച്ചു. ഒരു അര കുപ്പിയോളം വെള്ളം ഞാൻ കുടിച്ചു. അദ്ദേഹത്തിന് വേണമെന്ന് ആദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ ചിരിച്ചത്? ഞാൻ പറഞ്ഞു, ചിരിച്ചത് വേറൊന്നും കൊണ്ടല്ല, ഞാനിങ്ങനെ ഒരു ആത്മവിശ്വാസത്തിലാണ് കുറച്ച് നാളായിട്ട്. എന്ത് വിചാരിച്ചാലും നമുക്ക് കിട്ടും, കിട്ടിയിരിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെ അറിയില്ല, ഞാൻ ഇവിടെ അല്ല താമസിക്കുന്നത്. ഇവിടുന്ന് കടകളൊന്നുമില്ല. എനിക്ക് ദാഹിച്ചിട്ടാണെങ്കിലും ഒരു നിവൃത്തിയില്ല. വീട് കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഇനി വീട്ടിൽ പോകുന്നവരെ ക്ഷമിക്കാം എന്നുള്ളതിന് പകരം എനിക്ക് ആരെങ്കിലും സർപ്രൈസായിട്ട് ഗിഫ്റ്റ് ചെയ്യും ഒരു ബോട്ടിൽ വെള്ളം എന്ന് ഉറപ്പിച്ച് തന്നെയാണ്. വെള്ളത്തിന് വേണ്ടി ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്. ആരാണ് എനിക്ക് കൊണ്ട് തരുന്നത്? ആദ്യം ഇഷ്ടംപോലെ ആൾക്കാർ എനിക്ക് തരാനുണ്ട് എന്ന ചിന്തയിൽ നടക്കുമ്പോഴാണ് താങ്കൾ എനിക്ക് ഒരു വെള്ളം തന്നത്. അപ്പോൾ അദ്ദേഹം താങ്ക് യു പറഞ്ഞു, ഞാനും താങ്ക് യു പറഞ്ഞു. ഞങ്ങൾ നടന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, എൻ്റെ കുറേ അധികം മാങ്ങകളുണ്ടല്ലോ എൻ്റെ ബാഗിൽ. അദ്ദേഹം പച്ചക്കറി മേടിച്ചിട്ട് വരികയാണ്. കുറച്ച് മാങ്ങോട് കൊടുക്കാം, ഒരുപക്ഷെ മേടിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു, എക്സ്ക്യൂസ് മീ, ഞാൻ തോന്നരുത്, ഒരു 4-5 മാങ്ങകൾ, പച്ചമാങ്ങയാണ്, തരട്ടെ? മൂവാണ്ടൻ മാങ്ങയാണ്, പഴുപ്പിക്കാൻ കൊള്ളാം, പച്ചയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അച്ചാറുണ്ടാക്കുക, മുറിച്ച് അച്ചാറുണ്ടാക്കാനോ അല്ലെങ്കിൽ കറിക്കിടാനോ എന്താണ്, പഴുത്ത് കഴിഞ്ഞാൽ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാം. ഇനിയിപ്പം ഫ്രിഡ്ജിൽ കുറേ നാൾക്ക് ശേഷം വെച്ചാൽ ഓഫ് സീസണിൽ നമുക്കതെടുത്ത് വീണ്ടും ഈ മാമ്പഴ പച്ചടിയോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാം. അത്തരം ഇത്തവണ ചിരിച്ചത് പുള്ളിയാണ്. പുള്ളി ചിരിച്ചിട്ട്, ഓ മൈ ഗാഡ് എന്ന് പറഞ്ഞ് പുള്ളി നെഞ്ചത്ത് കൈവച്ചു. ഞാൻ പറഞ്ഞു, എന്തു പറ്റി? മാങ്ങയുടെ അത്രയ്ക്ക് വിരോധമല്ലോ ആണോ? അയ്യോ അല്ല, ഞാൻ 1 കിലോമീറ്ററോളം അകലെയുള്ള ഈ പച്ചക്കറിയൊക്കെ വിൽക്കുന്ന കടയിലേക്ക് ഞായറാഴ്ച അവർക്കൊരു പരിസരവാസികളെല്ലാം കൊണ്ടുവന്ന് അവിടെ ഒരു വിൽപ്പനയുണ്ട്. അതായത് മായമൊന്നും ചേർക്കാത്ത പറമ്പിൽ കിട്ടുന്ന കറിവേപ്പില, പപ്പായ, അങ്ങനെ. അപ്പോൾ അത് മേടിക്കാൻ പോയപ്പോൾ മാങ്ങയുടെ സീസണുമാണ്. എൻ്റെ വൈഫ് എല്ലാം കഴിഞ്ഞാൽ പൈസ കൊടുത്ത് ഇറങ്ങുന്നതിന് മുമ്പ് വൈഫ് എന്നോട് പറഞ്ഞു, വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചു, പച്ചമാങ്ങ കൂടി വേണം, മേടിക്കണം. ഞാനത് മെസ്സേജ് കണ്ടു. പക്ഷേ പൈസ കൊടുക്കുന്നതിനിടയ്ക്ക് ആരോ എന്നോട് എവിടുന്ന് വരുന്നു എന്നൊക്കെ ചോദിച്ച്, നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാമല്ലോ, മുരിങ്ങയില എല്ലാം കൊണ്ടുവരാം. അപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഇരുമ്പമ്പുളിയുണ്ട്. അയ്യോ, അതിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 10 എണ്ണത്തിന് ഒരു 15 എണ്ണത്തിൻ്റെ ഒരു ചെറിയ കൂടുകളായിട്ട് വയ്ക്കാം, നമുക്കൊരു 10 രൂപയ്ക്ക് കൊടുക്കാം. അപ്പം ഞാൻ അത് ആലോചിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതിനിടയ്ക്ക് മാങ്ങ മേടിക്കാൻ മറന്നുപോയി. പകുതി വഴി എത്തിയപ്പോഴാണ്, അയ്യോ, എന്ത് കറി വേണമെങ്കിലും പച്ചമാങ്ങ വേണമല്ലോ, അത് ഇനിയിപ്പം തിരിച്ചു പോകാനും പറ്റില്ല, ഒരുപാട് ദൂരം തിരിച്ച് നടക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അന്നേരം താങ്കൾ ഈ പറഞ്ഞ പോലെ തന്നെ പച്ചമാങ്ങ വേണം. അപ്പോൾ പരിസരത്തുള്ള മാവുകളെല്ലാം ഞാൻ നോക്കുകയാണ്, നിറച്ച് മാങ്ങകളുമായി നിൽക്കുന്നു. ആരെങ്കിലും ഒരു പറമ്പിൽ നിന്ന് മാങ്ങ പറിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു പക്ഷേ എന്നെ കാണുമ്പോൾ ഒരു 4 മാങ്ങ എനിക്ക് തരും. അതല്ലെങ്കിൽ ഈ മാങ്ങ പറിക്കുന്ന ആൾ കാണാതെ റോഡിൽ വീണ് കിടപ്പുണ്ടാവും ഒരു 3-4 മാങ്ങ. അതെനിക്ക് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് എടുക്കാമല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് മാങ്ങ കിട്ടും എന്ന വിശ്വാസത്തിലാണ് ഞാൻ വന്നത്. അപ്പോഴാണ് താങ്കൾ എനിക്ക് 4 മാങ്ങകൾ വെച്ച് നീട്ടുന്നത്. ഞാൻ താങ്കൾക്ക് വെള്ളം തരാൻ തോന്നിയത് താങ്കൾ തീരുമാനിച്ചു താങ്കൾക്ക് വെള്ളം കിട്ടുമെന്ന്. അതുകൊണ്ട് എന്നെ ദൈവം തോന്നിപ്പിച്ചു, പ്രപഞ്ചം. അതുപോലെ എനിക്ക് താങ്കൾക്ക് വെള്ളം തരാൻ തോന്നിയതുപോലെ താങ്കൾ എനിക്ക് ചോദിക്കുക പോലും ചെയ്യാതെ അപ്രതീക്ഷിതമായി താങ്കളുടെ കയ്യിൽ മാങ്ങ ഉണ്ടെന്നുപോലും എനിക്കറിയില്ല, താങ്കൾ അതിനുവേണ്ടി മാങ്ങ പറിച്ചു. ഇതെല്ലാം തന്നെയും പ്രപഞ്ചത്തിൻ്റെ ഓരോ നല്ല പ്രവൃത്തികളാണ്. താങ്ക് യു. നമ്മൾ നന്ദി പറയുക ഇതിനെല്ലാം പരസ്പരം. ഞങ്ങൾ പരസ്പരം നന്ദി പറഞ്ഞു സന്തോഷത്തോടെ പിരിഞ്ഞു. ഇതാണ് ഇന്നലെ സംഭവിച്ചത്. നന്ദി, നമസ്കാരം.